ഇങ്ങോട്ടൊക്കെ എവിടെ അപ്പിട്ടിക്കണത്? എവിടെ അപ്പിട്ടിക്കണത്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പിടാനുള്ള സ്ഥലം എവിടെയാണ്? എവിടേക്കാ അപ്പിടാൻ പോവാ? ബാത്റൂമിക്ക് കക്കൂസിക്കാ പോവാ അപ്പിടാൻ? മൂത്രയിക്കാൻ എവിടേക്കാ പോവാ? എന്നിട്ട് എവിടെ ഇട്ടിക്കണ് പറ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? രാവിലെ നീച്ചാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? പല്ല് മാത്രം തേച്ചാൽ മതിയോ? എന്നിട്ട് ബാത്റൂമിൽ പോകാണ്ടാവുമ്പോൾ എവിടെ പോകാനാ എന്നോട് ഞാൻ പറഞ്ഞത്? ട്രൗസറിൽ അപ്പിടുമോ ഇനി? ട്രൗസറിൽ അപ്പിടുമോ? പിന്നെ എവിടെ ഇട്ടുക്കണു? അന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലാ തന്നെ പേര ഭാർഗവനിലയാ. എന്നാ നിങ്ങളൊക്കെ വലുതാവുക? എന്നാ വലുതാവുക? അവ തപ്പിടാൻ പാടുണ്ടോ? ആരെ സുന്ദരി? ആരെ സുന്ദരി? ചിന്ന സോപ്പ് ഇടൊന്നും വേണ്ട കേട്ടോ. പൊന്നു സുന്ദരി. ആരെ സുന്ദരി? പൊന്നല്ല അപ്പിട്ട്, ഇജാണ് അപ്പിട്ട്. എന്നുവെച്ച് പൊന്നുവിനെ പറയാലേ. രാവിലെ എണീറ്റ ഓളോട് ഞാൻ പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകണമെന്ന്. ഒന്നുകിൽ ട്രൗസറിൽ ഇടുക, അല്ലെങ്കിൽ നിൽക്കണോടത്ത് നിന്നാണ് അപ്പിടുക, അല്ലെങ്കിൽ മൂത്രം വയ്ക്കുക. ഞാനൊരു വടി ഉണ്ടാക്കി വെക്കണം എനിക്ക്. വടി അതിനറിയും. അങ്ങനെ തന്നെയാണ്. 3 വയസ്സാകാനായില്ല. ഇനി എത്താ അറിയായി? അന്തം വെക്കാനിഞ്ഞെത്താ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം രാവിലെ തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർത്തുക്കണു കേട്ടോ. കുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഉമ്മാനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക. തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടോ. കൊമ്പുള്ളവർ ആരൊക്കെയാണ്? പശുവിന് കൊമ്പുണ്ട്. പശു, ആട്, പുള്ളിമാന്. പുള്ളി മാന്. ഞാര കൊമ്പില് ആനല്ലേ. പിന്നെ ചിറകുള്ളവർ. മക്കളെ എഴുതിപ്പിച്ചാണ് കേട്ടോ. അന്തിക്ക് എഴുതിയിട്ടില്ല. കടന്നുറങ്ങും. ചെവിവേദനയാണ് കടന്നുറങ്ങി. മയിൽ, കുയിൽ, കാക്ക. പ്രാവ്. ഇവിടെ അത് മതി. ഇനി പാല് തരുന്നവർ ആട്. പിന്നെ ആരെ പാല് തരുക? റബ്ബേ, ഇനി ആരെ പാല് തരുമ്മ? ഒരു പേര് പറയുക. പാല് തരുന്ന ആൾക്കാരല്ല, പാല് തരുന്ന ആൾക്കാർ. ഗഫൂറാക്കും തരും. മാനിപ്പ പാല് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞാപ്പൊക്കെ പാല് കൊടുക്കുന്നുണ്ട്. മൃഗങ്ങളാ? ശരി. പാല് തരുന്നവരാ പോലെല്ലാം അറിയാ. അത് എഴുതിക്കളാ. മാനിപ്പിക്കുന്ന പോലൊക്കെ എഴുതിക്കളാ. പശു, ആട്. പിന്നെ ആരമ്മ തരുക പാല്? ഒട്ടകം. ഗൾഫിൽ പോയോണ്ട് അതിന് കൂടി അറിയാം. ഒന്നുകൂടി പറഞ്ഞാണ്. മനുഷ്യന്മാര് പാല് തരുമോ? പിന്നെ പാല് തരുന്നത്. പിന്നെ ഓരോ പാലാർക്ക് ഓർ നിക്കണേ. നിങ്ങൾ നിർത്തി ആളെ പോയിക്കാണി. ആ നേരം നോക്കിച്ച് മതി. നിങ്ങളെ പാലും മോരൊക്കെ ഒന്നാകുമ്പതിന് പിന്നെ പാല് മോരാവും. ആരെ ഞാൻ പറഞ്ഞു? മനുഷ്യന്മാരെ അല്ലാതാരാ? അല്ലാത്തൊരു പെണ്ണുങ്ങൾക്ക് പാല് തരുന്നില്ലേ? കുട്ടികൾക്ക് പാല് കൊടുക്കണില്ലേ? അത് എഴുതിക്കളാ. സ്ത്രീകൾ ഒട്ടകം എഴുതി. മുട്ട തരുന്നവർ. മുട്ട ആരൊക്കെയാ തരിക? മുട്ട കോഴി. എഴുതിക്കോ. നേരല്ല. നീ എന്താ? പ്രാവ് മുട്ടടും. പിന്നെ കാക്ക മുട്ട ഒക്കെ മുട്ടണം. പക്ഷെ മുട്ട തിന്നാൻ പറ്റുമോ? പ്രാവിന് മുട്ടുന്നാലോ? കാട
കാട കാടമുട്ട തിന്നും. കാടമുട്ട തിന്നു കാടമുട്ട തിന്നു. നീ ഇവിടെ കാക്ക ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതാ. കാടമുട്ട തരും. നീ മതി, നീ കൊറേ മുട്ട തരുമ്പോത്തിന് സ്കൂള് ഇങ്ങോട്ട് വിടാനോ. നാളെ അന്തിക്ക് എഴുതാണ്ടോ. ചെവി വേദന അറിഞ്ഞാണ്ട് ഇങ്ങനെ നിന്നാ തന്നെ അറബി കൊറേ എഴുതാണ്ട്. അറബി ടീച്ചറെ പ്ലാവ് വിളിച്ചാലാവോ കൊറേ ഒട്ടിച്ചാനൊക്കെ ഉണ്ട്. നടന്നൂട് വേഗം. ചെവി വേദന അറിഞ്ഞാണ്ട് വണ്ടി കളിച്ചാണ്ട വെയിലത്ത് ഇട്ടോ. ഓക്കെ മക്കളെ, നേരം വെളുക്കുമ്പോ എല്ലാ വിശേഷങ്ങളൊക്കെയാണ്. ഇതാക്കണം ഇനി പൂരിപ്പിക്കാനും. നിങ്ങൾ പൂരിപ്പിച്ചു എവിടേക്കാ എല്ലായിടത്തും കൊണ്ടല്ലോ. ഇല്ലാത്ത സ്ഥലമല്ലല്ലോ. ആദ്യം ടൗസറും കുപ്പായും ഉണ്ട്. പിന്നെ മണീസാൾ ഉറങ്ങി. പിന്നെ മണീസാൾ ആ അബ്ദിമന്നുണ്ട് പൂണിട്ടില്ലേ, തല പൊട്ടിയത് ഞാൻ. കോണിമ കേറുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്. മണ്ടി പോയി. ഇതിന്റെ പുട്ടും കരിഞ്ഞു. പുട്ട് എന്നിട്ട് വേറൊരു മണം, കട്ട മണം. ചുരിദാർ ഇട്ടാലും മനസ്സാ ഒരു ചുരിദാർ ഇട്ടായാലും കുറ്റല്ല. പാത്രമായിട്ടൊക്കെ നിന്നാലേ ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനല്ലേ. അപ്പൊ ഇങ്ങനെ മതിയായി. എത്ര ചുരിദാറല്ലേ രസം. ഞാനൊരു ചുരിദാർ ഇട്ട അതിന് കുറ്റാണ്. അപ്പൊ മാക്സി ഇട്ടാല് പറയും കീറ. മാക്സി ഇട്ട് കാണ്ട അണ്ണാച്ചിയായി നടക്കാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാ 4 ചുരിദാർ വാങ്ങി തരും. എനിക്ക് ചുരിദാർ തന്നെ നല്ല രസമല്ലേ അമ്മ ചുരിദാർ ഇട്ടിട്ട്. അതൊന്നല്ല ഇങ്ങക്ക് ഞാൻ ചെറുപ്പക്കാരത്തിയാണ് പറഞ്ഞു. അടുക്ക് പിന്നെ വണ്ടി ഓടിച്ച് കയറണ്ട. റൂട്ട് മാറ്റാതെ വേഗം മാറ്റി കൊടുക്കുക. നേരെ 10:30 കഴിഞ്ഞു. ആ ടീച്ചർ എന്നും കരുതല്ലോ എത്തപ്പോൾ ഇങ്ങനെ ടീച്ചർക്കൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു. ടീച്ചർ ആവശ്യമൊക്കെ നേരം വയ്ക്കി വരുള്ളൂ. മതി 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 പൊയ്ക്കോളി വേഗം. അവിടെ കൊച്ചുണ്ടാക്കല്ല. മിന്നൂനും പൊന്നൂനും നീപ്പിച്ചല്ലേ. നിങ്ങൾ പോയിക്കാണേ. അറബേ എത്ര നേരായി. എവിടുക്ക ഇജ്ജ് എവിടുക്ക പോണു? ഇജ്ജ് പോണ്ട. ഇജ്ജെന്തിനാ പോണു? ഏട്ടോ കുട്ടികൾ നൊലൊളിച്ചാ പോവാൻ അയക്കൂല കേട്ടോ. പോവാന് കുട്ടികൾ നൊലൊളിച്ചാൽ അയക്കൂല. തലമാന്തല്ലേ. ക്ലാസ്സും കുപ്പിയും പാട്ടിയൊക്കെ എടുത്തുക്കണോ? പാലുണ്ടെന്ന് സഞ്ജയ്ക്കാണല്ലോ. ഒരു സഞ്ചി എടുത്ത് കൊടുത്താളി അവിടുന്ന്. കാക്കാൻ്റെ അടുത്ത് കൊടുത്തുക്കണല്ലോ സഞ്ജയ്ക്കില്ല പൈസ. കാക്ക കൊടുത്തോളും മാസ്ക്. ഇതൊക്കെ പാത്ത് വെച്ചിട്ട് എനിക്ക് എന്തിനാണ്? പുറത്തേക്ക് പോകുമ്പോൾ സവർമ്മ ആയി തിന്നാൻ ഒറ്റക്ക്. അപ്പം അതാ ചുമ്മ പോയിട്ടോ. മീൻ കിട്ടിയിരുന്നു. സൂത അത് പൊരിച്ചും ചെയ്ത് ചോറും വെച്ചു കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയില്ല. കാക്കു പറഞ്ഞു കറി തക്കാളി എന്തെങ്കിലുമൊക്കെ താളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിക്കണം. എല്ലാ പണി കഴിഞ്ഞു. ഉമ്മാനൊന്ന് കുളിപ്പിച്ചും ചെയ്തു. ഉമ്മാനെ കുളിപ്പിക്കാതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മേലെ എഴുകിട്ടോ. തല നനച്ചില്ല. തല നനച്ച് കഴിഞ്ഞാൽ പിന്നെ തലവേദന ആയിരിക്കും ഇങ്ങനെ ഓടുമ്പോൾ. അപ്പോൾ വന്നിട്ട് തല നനച്ച് കുളിക്കാമെന്ന് കരുതിക്കാണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവാട്ടോ. 12 മണിയൊക്കെ ആയി. ഓട്ടോ കുറേ നേരം കാത്തൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ അവർ വേറെ ട്രിപ്പ് പോയിക്കണ് പറഞ്ഞപ്പോഴേ അവരൊക്കെ അവിടെ അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് കേട്ടി ബേബിയാളെ വേഗം കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. കുളിപ്പിച്ച് കൊടുത്തുകാണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തുകാണ്ട് അവർ ഉറക്കിയും കൊടുത്തു. മിന്നുമ്മ ഉറങ്ങിയില്ല കേട്ടോ. പൊന്നുമ്മ ഉറങ്ങുകയും ചെയ്ത്. അപ്പോൾ പിന്നെ കാക്കു നോക്കിക്കോളാം. ഒരാളല്ലേ ഉള്ളൂ. ലിനു ഞങ്ങളെ കൂടെ പോകുകയും ചെയ്തു. മെല്ലെ 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 എന്താ ഷോട്ടുണ്ട്. ഇന്ന് ഷോട്ടുണ്ട്. റോഡിനെ പറ്റി പറഞ്ഞു കാണുകൊണ്ടിട്ടോ. തിരിച്ച് കഴിക്കും. അതുപോലെ പറയല്ല. ഇങ്ങോട്ട് പറയണ്ടേ.
ഏതായാലും 12:15 ആയപ്പോൾ ഇതിന് ഓട്ടോറിക്ഷ വന്നു കേട്ടോ. പിന്നെ ഉമ്മാനെ അങ്ങോട്ട് ഇറക്കി. അങ്ങനെ ഇറങ്ങാനൊന്നും കഴിയില്ല ഉമ്മാക്ക്. ബാലൻസ് കിട്ടാതെ കുഴപ്പമില്ലേ. അപ്പം ഇങ്ങനെ താങ്ങി പിടിച്ച് ഇങ്ങനെ നടക്കണം കേട്ടോ. വീഴെന്ന് കരുതികാണ്ട് ഞാൻ പേടിച്ച് ഇറക്കിയായിരുന്നു. ഓട്ടോറിക്ഷയ്ക്ക് കയറ്റുകയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് തള്ളി കൊടുക്കണം. അപ്പം അത് കാക്കൂവിനെ അറിയണം കേട്ടോ. അവിടെ ഓടണ വണ്ടിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാൻ കാക്കു വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്നതാണ്. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. വീഡിയോനെയൊക്കെ പറ്റി അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അതിങ്ങനെ കാണുന്നതുകൊണ്ട്. അപ്പോൾ ഇതാക്കണ ലിനുമോളെ കൊടുന്നു കേട്ടോ. എന്നാൽ പിന്നെ ബേബിയാൾ ഉറങ്ങുകയാണെങ്കിൽ കാക്കൂവിന് സുഖമല്ലേ എഴുതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവളിങ്ങനെ കരഞ്ഞുകാണ്ടേ മറ്റോലൊക്കെ ഉണർത്തു കേട്ടോ. ബേബിയാളൊക്കെ ഉണർത്തും. അപ്പോൾ എന്ത് കാട്ടി ഞാൻ ഓളെയാണ് കുളിപ്പിച്ച് കാണ്ട് ഓളാണ് വണ്ടിയൊക്കെ കയറ്റി കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് ഒപ്പം ഏതായാലും ഞങ്ങൾ പോവുകയാണെങ്കിൽ ഉമ്മയും ഞാനും പോവുകയാണെങ്കിൽ ഒപ്പം പോരും. അപ്പം എന്തെങ്കിലുമൊക്കെ അടവ് പറഞ്ഞുകാണ്ട് അവിടെ നിർത്തലാണ്. ഇന്നിപ്പോൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം വണ്ടിയിൽ കയറിയതാണ്. അപ്പോൾ ആനക്കായ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനക്കായ തന്നെയാണ് ഈ അക്ഷയൻ്റെ അതിലാണ് കയറിയിട്ടാണ് കേട്ടോ പഞ്ചായത്ത്. ഞങ്ങളെ പഞ്ചായത്തൊക്കെ അവിടെയാണ്. അപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ പാട് തന്നെയാണ് ഈ ആയുർവേദിക്കിൻ്റെയും ഹോമിയോൻ്റെ കേട്ടോ. രണ്ടുണ്ട്. ഞാൻ അതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. എൻ്റെ മുത്തച്ഛിയാളൊക്കെ അങ്ങോട്ട് വരലുണ്ട് ഹോമിയോ ആയുർവേദമൊക്കെ കാണിക്കാൻ. ഏതായാലും വന്ന് നല്ല കുരുത്തായി കേട്ടോ. അവിടെ നല്ല മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോക്ടറും തന്നെ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം മരുന്നൊക്കെ വാങ്ങി മടങ്ങിയപ്പം പതിവ് പോലെ ഉമ്മയും കുട്ടിയും പറയൽ തുടങ്ങി ആപ്പിൾ ജ്യൂസ് വേണം, ആപ്പിൾ ജ്യൂസ് വേണം. അപ്പോൾ അവിടെ നിർത്തിയിട്ടോ. ഉമ്മാൻ്റെ പൂതിയല്ലേ. അപ്പോൾ ആപ്പിൾ ജ്യൂസൊക്കെ ഒന്ന് വാങ്ങി കൊടുത്തു. അപ്പോൾ ജ്യൂസൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുടിക്കാൻ കഴിയും കേട്ടോ. മറ്റേ ഭക്ഷണമൊക്കെ തിന്നാൽ പിന്നെ ഛർദിക്കും, ഇങ്ങനെ തരിപ്പ് പോവുക. ആ ഒരു അസുഖമാണ് കേട്ടോ. തരിപ്പ് പോവാണ് ഉമ്മാക്ക്. അപ്പോൾ ജ്യൂസൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ ഒന്നും തരിപ്പ് പോയൊക്കെ ചെയ്ത്. ലിനുവിന് 2 മുട്ടായിയൊക്കെ വാങ്ങിച്ച് 2 ജ്യൂസേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ലിനു കുറച്ച് കുടിച്ചുള്ളൂ, ബാക്കി ഞാൻ കുടിച്ചാന്ന് കരുതി. അപ്പോൾ നോക്കുമ്പോൾ എന്ത് കേട്ടി ലിനു മുക്കാലും കുടിച്ചു കഴിച്ചു കേട്ടോ. എനിക്ക് കിട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതൊന്നുമില്ല. ഡ്രൈവർ കാക്കൂന് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. ഓൻ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ചിരിക്കും, അങ്ങനെ കമൻ്റൊക്കെ ഇടും. അതാണ് അങ്ങനെ പറയണത് കേട്ടോ. ഞാൻ മറ്റേ മാനുകാക്കാൻ്റെ മാതിരി തന്നെയാണ്. മാനുകാക്കാൻ്റെ ഓട്ടോറിക്ഷയിലാണല്ലോ എപ്പോഴും പോകലൊക്കെ. അവരെ വണ്ടിയാണ് ഉപയോഗിക്കലൊക്കെ. അപ്പോൾ ഇതാക്കണം ഞങ്ങൾ മടങ്ങി പോന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചാക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. കുപ്പിയും പാട്ടയൊക്കെ കൊണ്ടുപോകാൻ എൻ്റെ മുത്തച്ഛി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 കുപ്പിയൊക്കെ ഞാൻ എടുത്തിരുന്നു. പക്ഷേ അതൊന്നും തികഞ്ഞില്ല. പിന്നെ ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് ആ ചേച്ചി എന്ത് ചെയ്തു, ആ കുപ്പിയൊക്കെ തന്നു കേട്ടോ. അവിടുന്ന് ഇനി വരുമ്പോൾ കൊണ്ടുവരണം പറഞ്ഞു. 10 രൂപ ടോക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 ആൾക്കും കൂടിയിട്ടാണ്. ഒരാൾക്ക് 5 രൂപ. ഏതായാലും എല്ലാം മരുന്നും അവിടുന്ന് തന്നു കേട്ടോ. കഷായം ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനെ ഉന്തി കയറ്റട്ടെ. അപ്പോൾ ഇതിന് ഞാൻ ക്ഷീണിക്കും ആ മേലെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ എന്താ മക്കളെ, കുറേ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പാടെ ഉമ്മാക്കൊന്നുമല്ല, എനിക്കുണ്ട്. ഞാനും എൻ്റെ ഊരവേദനയും കൈകാല് വേദനയും കുഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്കും മരുന്ന് എഴുതി തന്നു കേട്ടോ. ഇത് എനിക്കില്ലാണ്, ഇത് ഉമ്മാക്കില്ലാണ്. ലേഹിയൊക്കെ തന്നു കേട്ടോ. അതൊക്കെ ഉണ്ട്. ഒരാഴ്ചയൊക്കെയുള്ള മരുന്നൊക്കെ തന്നു. ഇത് ഉമ്മാൻ്റെ ആണ്. പിന്നെ ഇത് കഷായം വെച്ച് കുടിച്ചാലല്ല കേട്ടോ. ഇത് എനിക്കില്ല കഷായം വെച്ച് കൊടുക്കാൻ ഊരവേദന. ഇത് ഉമ്മാക്കില്ലത്. പിന്നെ ഇതൊക്കെ ഉമ്മാക്കില്ല കേട്ടോ. പിന്നെ ഒരു പൊടി എഴുതിയിട്ടുണ്ട് പാലിൽ കലക്കി കുടിച്ചാൽ. എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് 34 വയസ്സായിട്ടുള്ളൂ. എന്താ അപ്പം എത്ര അസുഖങ്ങൾ, അപ്പോൾ എത്ര കുട്ടികളുണ്ടൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നോട് കേട്ടോ. ഭക്ഷണം നല്ലത് കഴിക്കാനൊക്കെ പറഞ്ഞു. അല്ലാത്ത കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുഴമ്പ് എഴുതി തന്നു കേട്ടോ തേക്കാൻ. അതരിഷ്ടമാണ്. അത് ഒരാഴ്ചക്കേ തരുള്ളൂ. പരിരക്ഷയിൽ കൂടിയാൽ 1 മാസത്തിന് തരാറുണ്ട്. ഉമ്മാനെ ഇനി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പരിരക്ഷയിൽ കൂടിയിരിക്കണമെങ്കിൽ അങ്ങോട്ട് വരണ്ടി ഞങ്ങൾ മാസം ഒക്കെ 1 മാസത്തിനുള്ള മരുന്ന് തരാറുണ്ട്. അത് ഓള് തന്നാണ് കുപ്പി. അത് ഒരു തരം പൊടിയൊക്കെ ഈർച്ചപ്പൊടി പോലെയുള്ള പൊടികൾ. ഇത് കഷായം വെച്ച് കുടിച്ചാൽ അത് ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ടുനിൽക്കണേ ഞാൻ. മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം. ഇത് ഷുഗറിനുള്ള ഗുളിക എഴുതി തന്നാൽ ഞാൻ പറഞ്ഞ ആ ഗുളിക കുടിച്ചാൽ കഴിച്ചണില്ല ഉമ്മാക്ക് പറഞ്ഞപ്പോഴേ. ഷുഗറിനൊരു ഗുളിക എഴുതി തന്നാ ഡോക്ടർ കേട്ടോ. പ്രമേഹ ഔഷധിയില്ല ടാബ്ലറ്റ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. പറീജ് മുത്തേ പാറി. അസ്സലാമലൈക്കും പറ. അസ്സലാമലൈക്കും പറ. അതൊക്കെ അറിയില്ല. ഓള് ജ്യൂസാണ് കുടിച്ചത്. ജ്യൂസ് മുട്ടായി തിന്നു അല്ലേ.